നമസ്കാരം. തുടരും. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അവസാനത്തെ ഫ്രെയിമിൽ മോഹൻലാൽ, അത് കഴിഞ്ഞ് തുടരും സംവിധാനം തരുൺ മൂർത്തി, ആ നിമിഷത്തിൽ വരുന്നൊരു കയ്യടിയുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു ആനന്ദമുണ്ട്. ഏറ്റവും ചുരുക്കി ഈ സിനിമയെക്കുറിച്ച് അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. പ്രത്യേകിച്ച് മോഹൻലാൽ തുടരും എന്നതിൻ്റെ ഒരു കിക്ക് ഈ സിനിമയ്ക്ക് എല്ലാ അർത്ഥത്തിലും നൽകാൻ സാധിച്ചിട്ടുമുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ, പണി അറിയാവുന്ന ആളിൻ്റെ കയ്യിൽ അദ്ദേഹത്തെ കിട്ടിയാൽ മാജിക്കുകൾ തുടരും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ, ശോഭന, ബിനു പപ്പു, പ്രകാശ് വർമ്മ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ തുടരും. ഷൺമുഖമാണ് നായക കഥാപാത്രം. ശബരിമല ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന ഒരു രാത്രിയിലാണ് നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഭാര്യയും മകനും മകളുമൊക്കെയായുള്ള സന്തോഷകരമായ ഒരു ജീവിതം, പഴയകാല ഓർമ്മകൾ മാസ്റ്റർ ഇടക്ക് വിളിക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ അടക്കം മിക്ക സിനിമകളിലെയും റെഫറൻസുകളുമൊക്കെയായി തമാശ ഒരു ലൈറ്റ് മൂഡിലാണ് സിനിമ തുടങ്ങുന്നത്. സിനിമയുടെ ട്രെയിലറിൽ തന്നെ ഇത് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. അയാളുടെ അംബാസഡർ കാറുന്നത് ജീവനുമാണ്. ചില സംഭവങ്ങൾ ഷൺമുഖത്തിന്റെ ജീവിതത്തിൽ നടക്കുന്നു. അതിന്റെ തുടർച്ചകളായാണ് ചിത്രം മുന്നേറുന്നത്. തുടക്കത്തിൽ ഈ കുടുംബത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മൊമെന്റ്സ് ഉണ്ടല്ലോ, ആ ഒരു സമയം കൊണ്ട് തന്നെ ഷൺമുഖൻ എന്ന കഥാപാത്രവും നമുക്ക് അത്രത്തോളം പരിചയമുള്ള, അടുപ്പമുള്ള ഒരു സ്പേസിലേക്ക് വരുന്നുണ്ട്. മോഹൻലാൽ, തരുൺ മൂർത്തി അത്രത്തോളം ലാലേട്ടനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ രീതിയിൽ കളനിറഞ്ഞാടാനുള്ളത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ലാലേട്ടൻ അതൊരു താണ്ഡവമാക്കി മാറ്റിയിട്ടുമുണ്ട്. ലാലേട്ടനെ സംബന്ധിച്ച് നല്ല സിനിമകളും വിജയിച്ച സിനിമകളും ഒക്കെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹത്തിലെ നടനെ എല്ലാ രീതിയിലും സെലിബ്രേറ്റ് ചെയ്തൊരു കഥാപാത്രം വന്നിട്ട് എത്ര നാളായി എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതിനുള്ള ഉത്തരമാണ് തുടരും എന്നുകൂടെ ചേർത്ത് വയ്ക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവസാനം മോഹൻലാൽ തുടരും എന്നെഴുതി കഴിയുമ്പോൾ ഉയരുന്ന കയ്യടിയിൽ ഒരു ആനന്ദം കൂടെ ഉണ്ടെന്ന്. ഷൺമുഖത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ തന്നെ ഇയാളെ നമുക്കറിയാം എന്നത് തന്നെയാണ് കാര്യം. അവിടെ പ്രേക്ഷകനെ കുറെ കൂടെ ചേർത്ത് നിർത്താൻ മോഹൻലാൽ ഭാവങ്ങൾക്ക് കഴിയുന്നുമുണ്ട്. ആ ചിരികളിയിൽ നിന്നും അയാളുടെ ടെൻഷൻസ്, സ്ട്രഗിൾസ് എന്നതിലേക്കെല്ലാം കൊണ്ടുപോകുമ്പോഴും ഷൺമുഖത്തിന്റെ ഉള്ള് നമുക്ക് കാണാം. ആ രീതിയിലാണ് മോഹൻലാൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ട്രെയിലറിൽ കണ്ട കളിയും ചിരിയും നോട്ടവും എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ പരിപാടി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് വാഹനത്തിന്റെ ഗ്ലാസിന്റെ ഇടയിലൂടെയുള്ളൊരു നോട്ടമൊക്കെ ഉണ്ട്. ആ ഫയർ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. കൂടുതൽ പറഞ്ഞാൽ ഞാൻ സീനുകൾ വെച്ച് തന്നെ പറയേണ്ടി വരും, മുതിരുന്നില്ല. ഷൺമുഖന്റെ ഭാര്യ ലളിതയായിരുന്നത് ശോഭനയാണ്. ആ ഒരു കെമിസ്ട്രി തുടക്കത്തിൽ തന്നെ നമ്മളെയും സിനിമയിലേക്ക് ഇന്നാക്കുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലും മികച്ച പ്രകടനത്തിന്റെ അടയാളപ്പെടുത്തലുകൾ കാണാൻ സാധിക്കും. ഇതിലൊരു കഥാപാത്രമുണ്ട്, ജോർജ് സാർ. പുതുമുഖമായ പ്രകാശ് വർമ്മയാണ് ഈ കഥാപാത്രമായിട്ട് എത്തുന്നത്. പരസ്യമേഖലയിലെ പ്രശസ്തനായ വ്യക്തിയാണെങ്കിലും സിനിമയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സൂപ്പർ എന്ന് വെച്ചാൽ അതിരടി സൂപ്പർ. ഫ്രഷ് ഫേസ് എന്നതിൻ്റെ ഗുണം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ബോഡി ലാംഗ്വേജ്, ഡയലോഗ്സ് ഒറ്റ കാഴ്ച കൊണ്ട് തന്നെ മനസ്സിലങ്ങ് കൊളുത്തിയ പരിപാടി. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒട്ടനവധി പരിപാടികളുണ്ട്. പക്ഷേ സീനുകൾ കൂടെ പരാമർശിക്കേണ്ടി വരും എന്നതിനാൽ അതിന് മുതിരുന്നില്ല. തിയേറ്ററിൽ തന്നെ നിങ്ങളും ആസ്വദിക്കൂ. മൊത്തത്തിലുള്ള പരിപാടിയിൽ സത്യം പറഞ്ഞ ഇടയ്ക്ക് എനിക്ക് NF വർഗീസിനെ തന്നെ ഓർമ്മ വന്നിരുന്നു. SI ബെന്നി എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത് ബിനു പപ്പുവാണ്. ഒരു സംശയമില്ല, കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്ന്. അത് ഗംഭീരമായി ചെയ്തിട്ടുമുണ്ട്. അധികാരം അയാളുടെ കയ്യിലുള്ള സമയത്ത് തന്നെ ചില ഘട്ടങ്ങളിലുണ്ടാവുന്ന വീണ്ടു വിചാരങ്ങളും അമർഷവും ഒക്കെ രസമായിട്ട് തന്നെ അദ്ദേഹം സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫർഹാൻ ഫാസിൽ, സുധീഷ് എന്ന പോലീസ് കഥാപാത്രമായിട്ട് നടത്തുന്നത് ഓവറോൾ രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇർഷാദ് അലി, മണിയൻപിള്ള രാജു, തോമസ് മാത്യു തുടങ്ങിയവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ. എല്ലാവരും നന്നായി തന്നെ ചെയ്തിട്ടുമുണ്ട്. ഈയിടെ നമ്മൾ വിട്ടുപോയ എഡിറ്റർ നിഷാദ് യൂസഫും ഒരു പ്രധാനപ്പെട്ട സീനിൽ വന്നു പോകുന്നുണ്ട്. സിനിമയുടെ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നതിൽ എടുത്തു പറയേണ്ടുന്നത് ജെയ്ക്സ് ബിജോയുടെ സംഗീതമാണ്. ഷൺമുഖത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നും സിനിമയുടെ ടോൺ തന്നെ ഷിഫ്റ്റ് ആകുമ്പോഴും അതിനെ സ്മൂത്ത് ആയി തന്നെ അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ ആ ഇമോഷൻസ് ഇൻറ്റൻസ് ആയ ഒരു ഫീലാക്കി മാറ്റുന്നതിൽ ജെയ്ക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതം പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുമുണ്ട്. പാട്ടുകളും കൊള്ളാം. ഷാജി കുമാറിന്റെ ഛായാഗ്രഹണം, ഇവരുടെ ഒരു യാത്ര മുതൽ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിഷാദ് യൂസഫ്, ഷെഫീഖ് ബീബി എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത്. വിഷ്വൽസ് പ്ലസ് എഡിറ്റിംഗ്, അത് രണ്ടാം പകുതിയിൽ നമ്മളെ കൊണ്ട് പലയിടങ്ങളിൽ കൈയടിപ്പിക്കുന്നുണ്ട്. വർക്കിന്റെ വിജയം എന്ന് പറയുന്നത് ആ കയ്യടികൾ തന്നെയാണ്. ഓഡിയോഗ്രാഫി കൂടെ ഇതിനൊപ്പം മെൻഷൻ ചെയ്യേണ്ടതാണ്. CGI വർക്ക്സ് ഒക്കെ ഡീസന്റ് പരിപാടിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. KR സുനിലിന്റെ കഥയ്ക്ക് KR സുനിലും തരുൺ മൂർത്തിയും ചേർന്നാണ് തിരക്കഥ നിർവഹിച്ചത്. കഥാപാത്രങ്ങൾ സോളിഡ് ആണ്. അവരുടെ യാത്ര എന്നത് ഇമോഷണലി സ്ട്രോങ് ആണ്. നായക കഥാപാത്രമാണെങ്കിലും സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് അയാളുടെ ചുറ്റുപാടുകളെ പരിചയപ്പെടുത്താനും അവർക്കിടയിൽ ഒരാളായി പ്രേക്ഷകന് കൂടെ ആ യാത്രയിൽ പങ്കുചേരാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇമോഷൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നതും. തുടരുമെന്ന സിനിമ ആ ഒരു വൈകാരിക തലത്തിൽ കൂടെ പ്രേക്ഷകനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്നതിൽ തിരക്കഥ പൂർണ്ണമായി വിജയിക്കുന്നുമുണ്ട്. മോഹൻലാൽ എന്ന നടനെ ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന മലയാളികൾക്കിടയിലേക്ക് ഷൺമുഖൻ എന്ന കഥാപാത്രമായി ഇറക്കിവിടുമ്പോൾ ചിരിക്കാനും കണ്ണു നിറയാനും കൈയടിക്കാനും ആനന്ദിക്കാനും ആർപ്പ് വിളിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളെ അടുക്കി വെച്ചതിൻ്റെ മിടുക്ക് കൂടെ പറയണം. കൂടെ അപ്രതീക്ഷിതമായി പ്രകാശ് വർമ്മയും ബിനു പപ്പുവും. മഴയും വെയിലും ഇരുട്ടും കാടുമൊക്കെ കഥാപാത്രങ്ങളായി തന്നെ ഇവർക്കൊപ്പമുണ്ട്. കണ്ടു കഴിയുമ്പോഴും ആ കാഴ്ചകളും ഇടങ്ങളും അത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്നും പോകുന്നതുമില്ല. ഉള്ളടക്കത്തിന്റെ കൈയടക്കത്തിൽ വീണ്ടും വിജയിക്കുന്ന സംവിധായകന്റെയും അഭിനേതാക്കളുടെയും ടെക്നീഷ്യൻസിന്റെയും തുടർച്ച
ബോക്സ് ഓഫീസിലും ഷോകളുടെ തുടർച്ചയിലേക്കും മാറുമെന്നതിൽ ഒരു തർക്കവുമില്ല. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തന്ന സിനിമ. ആ പ്രകടനങ്ങൾ കാണാൻ വീണ്ടും തിയേറ്ററിലേക്ക് പോകേണ്ടി വരും എന്നതാണ് വാസ്തവം. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. വീണ്ടും മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരെ ബൈ ബൈ.